അങ്ങനെ ബിഗ് ബോസ് സീസൺ മലയാളത്തിൻ്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ആദില നൂറയുടെ ഡബിൾ സ്റ്റാൻഡ് കളിയും നമ്മുടെ ഷാനവാസിൻ്റെ പെങ്ങളൂട്ടി പാസും ഗെയിമും ഒക്കെ അങ്ങോട്ട് തകർന്ന് വീണിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ അങ്ങോട്ട് അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. ഷാനവാസിനെതിരെ ഓൾറെഡി ഇവർ പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ലാലേട്ടൻ വന്നെടുത്ത് കുടഞ്ഞപ്പോൾ 2 ദിവസമായിട്ട് രണ്ടുപേരുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഷാനവാസ് മേൽഷോവനിസ്റ്റ് ആണെന്നും ഷാനവാസിനെ ഇനി താങ്ങി നിൽക്കണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇവർ ഓൾറെഡി ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പോൾ ഇവരുടെ പുതിയ പുതിയ ഗെയിംസ് വരുംതോറും അവരത് കൂടുതൽ വിസിബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുവിനോടുള്ള ഗെയിമിലും അവർ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദില നൂറ ഇപ്പം തുടങ്ങിയ കളിയല്ല ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ആർക്കാണോ പുറത്ത് നെഗറ്റീവ് വരുന്നത് അവരെ കൂട്ട് പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നൈസായിട്ട് തേക്കുക അടുത്ത വീക്കിൽ. ചിലപ്പം പറയാൻ പറ്റത്തില്ല, അടുത്ത ആഴ്ച ചിലപ്പോൾ ലാലേട്ടൻ വന്ന് ഷാനവാസിൻ്റെ നല്ലത് പറഞ്ഞാൽ ഷാനവാസിൻ്റെ കൂടെ നിൽക്കും, നൈസായിട്ട് കൂടെ നിൽക്കും. ഇതൊക്കെയാണ് ആദില നൂറ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പെങ്ങളുകുട്ടി പാസം കാണിച്ച് ഇത്രയും നാൾ ഷാനവാസ് ഇവരുടെ വാലും പിടിച്ച് നടക്കായിരുന്നു. എന്ത് കാര്യത്തിനാണ് ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പം ഷാനവാസിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ്. അതുപോലെ ഷാനവാസും പറഞ്ഞു, ഇനി ഞാനിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല, ഇവരെ കൂട്ടുപിടിച്ചാൽ എനിക്കും പണി വരുമെന്ന് ഷാനവാസും മനസ്സിലാക്കി. രണ്ടുപേരും തമ്മിലടിച്ച് പിരിയുന്ന സീൻസാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഷാനവാസ് അതിൻ്റെ ഇടയ്ക്ക് എടി ബോഡിന്ന് വിളിക്കുന്നുണ്ട്, അതിൽ തിരിച്ചു പറയുന്നുണ്ട് എടി ബോഡിന്ന് വിളിക്കാതെന്നും പിന്നെ പെണ്ണുങ്ങളോട് ഭയങ്കര ഭരണമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ വരുന്നത് വരെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഭയങ്കര പാസമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ വട്ടം എന്ത് പറ്റി? ഇവരുടെ ഗെയിമൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഇവരാണ് ശരിക്കും ഡബിൾ സ്റ്റാൻഡേർഡ് ഗെയിമേഴ്സ്. ശരിക്കും പറഞ്ഞാൽ അനു ഈ കാര്യത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത കേട്ടോ. അനുവിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ആര് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊരു വ്യക്തിത്വം കേട്ടോ. അതുകൊണ്ടാണ് അനുമോളോട് എല്ലാവർക്കും മിക്കവർക്കും കുറച്ച് ഇഷ്ടം. കാരണം ഇവരുടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് കളി ഉണ്ടല്ലോ, ഇവരെ ഭയങ്കരമായിട്ട് ഗെയിമിനെ ബാധിക്കും. ഇവർ ഷാനവാസിൻ്റെ അടുത്ത് ഓക്കെ അവരുടെ ഡിസ്റ്റൻസ് പാലിച്ചു, പക്ഷേ ഭയങ്കര വിസിബിളായിട്ട് അനുവിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും ഒക്കെ ഇവർ ഗെയിം കളിക്കാൻ തുടങ്ങി, നെഗറ്റീവാണെന്ന് അറിഞ്ഞപ്പം. ഇവരുടെ ഗെയിമിനെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇനി ഇവരുടെ റിലേഷൻ എങ്ങനെയായിരിക്കും? അതേപോലെ തന്നെ നൂറയ്ക്ക് കുറച്ച് കൊണ്ടിട്ടുണ്ട്. നൂറ ഒരു സൈഡ് ക്യാരക്ടറാണെന്നും നൂറ വലിയ ഇൻപുട്ട് കൊടുക്കുന്നില്ലെന്നും ഗെയിമിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെന്നും ഒക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നത് നൂറയ്ക്ക് കുറച്ച് വിഷമം വരുത്തിയിട്ടുണ്ട്. അപ്പം നൂറ അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പല ബന്ധങ്ങളും ഉടച്ചുകൊണ്ട് നൂറ മുന്നേറാൻ വേണ്ടിയിട്ടും വാക്കുകൾ കൊണ്ട് സംസാരിച്ച് മറ്റുള്ളവരെ അതിൽ ഗെയിമിലേക്ക് ഇൻവോൾവ് ആയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നൂറ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ പിന്നെ പണ്ടേ ഇങ്ങനെയാണ്. അതിലേക്ക് ഇപ്പോൾ എന്ത് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നെക്സ്റ്റ് ഇത് ഒരാളെ എടുത്ത് ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് തൊട്ട് ആദില അതങ്ങ് കാണിച്ചു തുടങ്ങും. അതാണ് ആദിലയുടെ ഒരു ഗെയിം. അപ്പോൾ ഷാനവാസിന് ഇതൊക്കെ മനസ്സിലായി ഇനിയും പെങ്ങന്മാരെ താങ്ങിക്കൊണ്ടിരുന്നാൽ എൻ്റെ കാര്യം കട്ടപ്പുകയാവുമെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം പിന്നെ ഷാനവാസും ഒറ്റയ്ക്ക് കളിക്കട്ടെ അല്ലേ, ഒറ്റയ്ക്ക് കളിച്ചിട്ട് മുന്നേറട്ടെ. അപ്പം നമുക്ക് നോക്കാം ഇനി ഇവർ അനുവിൻ്റെ അടുത്ത് തന്നെ ഈ ഗെയിം തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതോ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാനുള്ള പരിപാടിയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഇടുക, ഒറ്റയ്ക്ക് കളിക്കുക, പക്ഷെ അതിനൊരു രീതിയുണ്ട്. ഇവർ കാണിക്കുന്ന പോലെ നെക്സ്റ്റ് ഡേ തന്നെ അങ്ങോട്ട് ശത്രുത കാണിച്ചു തുടങ്ങുക, അതൊന്നും ഒരു ശരിയായ നടപടിയില്ല. ഈ കാണുന്നവർക്ക് അത് ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടും ഇവർ ഭയങ്കര ചതിച്ചികളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഇവരുടെ ഒരു ഗെയിമിൻ്റെ കുഴപ്പം. അപ്പം നമുക്ക് നോക്കാം ഇനി.